ഇനി നമ്മൾക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ? അതിനു വേണ്ടി ഞാനിവിടെ 4 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. പാൻ നല്ലോണം ചൂടായതിനു ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇടാം. സവോള നല്ലപോലെ വണങ്ങണം. നല്ലപോലെ സ്ലിമ്മാക്കി വെച്ച് നല്ലപോലെ സവോള വണങ്ങി വരണം. ഉള്ളി നല്ലപോലെ വണങ്ങിയാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉള്ളി നല്ലപോലെ വണങ്ങണം. ഉള്ളി നല്ലപോലെ വണങ്ങി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും കൂടെ ഇടാം. ഇഞ്ചി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളിയും കൂടെ ചേർക്കാം. അതിനുശേഷം അത് നല്ലപോലെ വണങ്ങി എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് പോലെ നല്ലപോലെ സ്ലിമ്മിൽ വെച്ച് വണക്കി കൊടുക്കാം. ഇത് നല്ല വണങ്ങി വന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളിയെല്ലാം നല്ലപോലെ വണങ്ങി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ ചിക്കൻ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. മസാലകളെല്ലാം അടിപിടിക്കാതെ അതിൻ്റെ മണമൊക്കെ പോകുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ വണങ്ങി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനു വേണ്ടി ഞാനിവിടെ വേറെ പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി പുഴുങ്ങി വെച്ച മുട്ടയുടെ മുകളിൽ കൂടെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കീറി കൊടുക്കാം, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി കറിയിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് മസാലകളെല്ലാം പിടിക്കുന്നത് വരെ നമുക്കൊന്ന് സ്ലിമ്മാക്കി വയ്ക്കാം. കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.